ആസിഫ് അലി മലയാള സിനിമയുടെ ഒരു അഭിവാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണ് നനയുമ്പോൾ രസമുള്ള പടം നല്ല ഇല്ല കുഴപ്പമില്ല, നല്ല പടവാ. വേറെ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെയൊക്കെ ഒരു ബെറ്റർ. ആസിഫ് അലി അടിപൊളി. ആസിഫ് അലി തീ അഭിനയം കൊള്ളായിരുന്നു. ആസിഫലിയൊക്കെ എങ്ങനെയുണ്ട്? ഇങ്ങനെ സിനിമ ഇറങ്ങിയപ്പോൾ കണ്ണ് നിറഞ്ഞോ? വിഷമമൊക്കെ തോന്നിയോ? ചെറുതായിട്ട് ചെക്കനുണ്ട്, എങ്ങനെയുണ്ട്? പൊളി. സൂപ്പറായിരുന്നു. ആ, കണ്ണ് നിറഞ്ഞോ ലാസ്റ്റ് കണ്ടിറങ്ങിയപ്പോൾ? ചെറുതായിട്ട്. ചെറുതായിട്ട്. ചെക്കൻ എങ്ങനെയുണ്ട്? ആസിഫലി ആ പയ്യനൊച്ചുള്ള എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ആസിഫലിയുടെ എങ്ങനെയുണ്ട്? കൊച്ചുമായിട്ടുള്ള ഒരു എമോഷണൽ ഫാമിലി മൂവിയാ. കണക്ട് ആവും നമുക്ക്. ഇല്ല കുഴപ്പമില്ല, നല്ല പടവാ. വേറെ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെയൊക്കെ ഒരു ബെറ്റർ ആണ്. ലാഗ് എന്തെങ്കിലും തോന്നിയോ? അതോ ലാഗില്ല. ആസിഫലിയൊക്കെ എങ്ങനെയുണ്ട്? നല്ലായിരുന്നു. ഫീൽ ഗുഡ് മൂവി. ആസിഫലിയൊക്കെ എങ്ങനെയുണ്ട്? ആസിഫ് അലി അടിപൊളി. എടുത്ത് പറയാൻ ഇഷ്ടപ്പെട്ടതായിട്ട് ആസിഫ് അലി തീ അഭിനയം കൊള്ളാം, സൂപ്പർ, അടിപൊളി. കുഴപ്പമില്ല. ഇമോഷണലി നമുക്ക് ആസിഫ് അലി മലയാള സിനിമയുടെ ഒരു അഭിവാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണ് നനയുമ്പോൾ മലയാള സിനിമയിൽ നമുക്കൊരു പക്ഷേ ഇത്രത്തോളം നല്ലൊരു അദ്ദേഹത്തിൻ്റെ ആക്ടിങ് നമുക്ക് എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ. വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലെങ്കിലും കൊള്ളാം, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി മൂവി തന്നെ. കാരണം നമ്മൾ വലിയ എക്സ്പെക്റ്റേഷനോടുകൂടി വരേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ പോലും വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുട്ടിയുടെ ഒരു കഥ അവരെങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ജോലി അന്വേഷിച്ച് പോകുന്ന ആസിഫ് അലിയുടെ കഥാപാത്രം വളരെ നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഗൾഫിൽ ചെന്ന് പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു ടച്ച് ചെയ്യുന്ന ഒരു ഫീലാണ്. കുഴപ്പമില്ല, ഒരു ഫാമിലി മൂവിയാണ്. ഇതിന്റെ ഒരു പ്ലോട്ട് ഗൾഫാണല്ലോ, കംപ്ലീറ്റ്ലി ഡെഫിനറ്റ്ലി. കാരണം ഇമോഷണലി സീന്, കാരണം ഒരു ജോലി അന്വേഷിച്ച് പോയിട്ട് അത് കിട്ടാതെ വരുന്നതെന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു ഫീല് ആസിഫ് അലി നന്നായിട്ട് അത് എടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നമുക്ക് ഒരു ഫാമിലി മൂവി, ദാറ്റ്സ് ഓൾ. വലിയൊരു എക്സ്പെക്റ്റേഷൻ ഇല്ല. ചെക്കൻ്റെ ആക്ടിങ് ഒക്കെ നമുക്ക് വളരെ, കാരണം ഒരു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നില്ല, നല്ല രീതിയിൽ നല്ല ആക്ടിങ് വരുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഫാമിലി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. രസമുള്ള പടം. രസമുള്ള രസമുള്ള പടം നല്ല ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയുണ്ട്? ദിവ്യ പ്രഭ, ദീപക് എല്ലാവരും കൊള്ളാം.